ഹലോ ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിൽ അറബി പരീക്ഷയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് തന്നിട്ട് 3 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാകും. എന്തിനാണ് പറയുന്നത്? ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ്. പക്ഷെ പല കുട്ടികൾക്കും പാരഗ്രാഫ് ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാത്ത കുറേ വേർഡ്സ് ഉണ്ടാവും, മീനിങ് ഒന്നും പിടുത്തം കിട്ടില്ല. അപ്പോൾ അങ്ങനെ മീനിങ് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്താനുള്ള ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനിലും ഫസ്റ്റത്തെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിരിക്കും നമ്മൾ നോട്ട് ചെയ്യുക അല്ലേ. ഇതൊക്കെ ഫസ്റ്റ് ഈ കൈഫ, ഐന, ലിമ എന്നൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സാണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം, ഇതിൽ ഏത് സെൻറ്റൻസിലാണോ വരുന്നത് ആ സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ ഉണ്ടാവും. മാനത്ത് മലാബിസുഹു, അതാണ്. ഓക്കെ, ഉണ്ടോ? ഇനിയോ ആ സെൻറ്റൻസ് നമുക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതിയാലും ആൻസർ ശരിയാകും. ഓക്കെ, അപ്പോൾ ട്രിക്ക് എന്താണ്? ഈ പാരാഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടെത്താൻ, കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ക്വസ്റ്റ്യൻ വേർഡ്, ഫസ്റ്റത്തെ വേർഡ് ഒഴിവാക്കുക. ബാക്കിയുള്ള വേർഡുകൾ ഈ പാരഗ്രാഫിൽ ഏത് സെൻറ്റൻസിലാണോ വരുന്നത് ആ സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ ഉണ്ടാകും. അല്ലെങ്കിൽ ആ സെൻറ്റൻസ് എടുത്ത് എഴുതിയാൽ അതിന് ആൻസർ ശരിയാകും. ഓക്കെ, ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ അടിപൊളിയായിട്ട് എഴുതുക. അസ്സലാമു അലൈക്കും.